ഫാമിലി. അപ്പോൾ നമ്മളുടെ SSLC മക്കൾ എല്ലാവരും നമ്മളുടെ കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഈ വർഷവും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗാൽവാനിക് സെൽ ചിലപ്പോൾ ചിലർക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട എല്ലാ കൺഫ്യൂഷൻസും മാറുന്നതായിരിക്കും. നല്ല അടിപൊളിയായിട്ട് ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ഷുവർ ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ നമ്മുടെ ഗാൽവാനിക് സെല്ലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട്? അപ്പോൾ ആദ്യം മിസ് ചെറിയൊരു ചോദ്യം ഇട്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ നമ്മളുടെ ഗാൽവാനിക് സെല്ലിലേക്ക് കിടക്കുന്നതാണ്. അപ്പോൾ അതേ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ? അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ചൂടുവെള്ളവുമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത്? ഗോൾഡ് ആണോ, കോപ്പർ ആണോ, സിൽവർ ആണോ, മെഗ്നീഷ്യം ആണോ? ആരാ പ്രവർത്തിക്കുന്നത്? യെസ്, നമുക്കറിയാം അല്ലേ, നമ്മളുടെ മെഗ്നീഷ്യം ആണ്. ചൂടുവെള്ളമായിക്കോട്ടെ തണുത്ത വെള്ളമായിക്കോട്ടെ നമ്മളുടെ മെഗ്നീഷ്യം ആണ് എന്ത് ചെയ്യുന്നത്? നന്നായിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളെ അല്ലേ. അപ്പോൾ അതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, അത് പ്രീവിയസ് ഇയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? എന്താ സംഭവിക്കുന്നത്? ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്, അതായത് വൈദ്യുത രാസ സെല്ലാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. എന്താണ്? രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എല്ലാ ഗാൽവാനിക് സെല്ലിന്റെ ചോദ്യത്തിലും ഫസ്റ്റ് ഈ ചോദ്യം നമുക്ക് കാണാം. അപ്പൊ ആ ഒരു മാർക്ക് ഇപ്പൊ തന്നെ സെറ്റ് ആയില്ലേ? രാസോർജത്തെ വൈദ്യുതോർജമാക്കുന്നു, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒട്ടും സമയം കളയാതെ നമ്മളുടെ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തി. പ്രീവിയസ് ഇയർ നമ്മളുടെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. റെഡി അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ അതേ നമ്മുടെ കയ്യിൽ മഗ്നീഷ്യം റോഡ്, മഗ്നീഷ്യം സൾഫേറ്റിലും കോപ്പർ റോഡ്, കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്തു. ഇവിടെ ഇതേ സോൾട്ട് ബ്രിഡ്ജ് വെച്ചു. ഇവരെ രണ്ടുപേരും കണക്ട് ചെയ്ത് വോൾട്ട് മീറ്റർ ഒക്കെ വെച്ച് ഗാൽവാനിക് സെൽ അവിടെ സെറ്റ് ആക്കി നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതേ റിയാക്ടിവിറ്റിയുടെ ഓർഡർ അടക്കം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ചോദ്യത്തില്. ഇനി ഈസി അല്ലേ ആൻസേഴ്സ് ചെയ്താൽ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലുകളിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? മിസ്സിന് അത് വീണ്ടും പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് മിസ്സിന് അറിയാം. കെമിക്കൽ എനർജി എന്താവുന്നു? ഇലക്ട്രിക്കൽ എനർജി ആവുന്നു അല്ലെ. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി, അതായത് രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം എന്താ? അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലുകളിൽ ഓക്സീകരണം നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ്? ഏത് ഇലക്ട്രോഡിലാണ് മക്കളെ? ഏത് ഇലക്ട്രോഡിലാണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഒരു കോഡ് പഠിച്ചത്? ഏതായിരുന്നു കോഡ്? ലോൺ എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷൻ ആണ്. അത് നടക്കുന്നത് ആനോഡിലാണ്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇങ്ങനെ ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതിക്കൂടെ? എന്തിനാ ഓക്സിഡേഷൻ നടക്കുന്നത്? ദേ ഓക്സിഡേഷൻ ആനോഡിലാണ്. ഓക്സിഡേഷൻ എവിടെയാ നടക്കുന്നത്? ആനോഡിലാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ ബി ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. 1 മാർക്ക് നമുക്ക് അവിടെ വീണു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ കാഥോഡ് ഇൻ ദ ഗിവൻ സെൽ. തന്നിരിക്കുന്ന സെല്ലിലെ കാഥോഡ് ഏതാണ്? മഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇവിടെ ആരൊക്കെ ഉണ്ട്? മഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ഒരാള്, റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് ഒരാള്. ഒരാൾക്ക് ക്രിയാശീലത കൂടുതലാണ്, ഒരാൾക്ക് ക്രിയാശീലത കുറവാണ് അല്ലെ. അപ്പൊ ക്രിയാശീലത കൂടിയ ആളെ നമ്മൾ ആനോഡായിട്ടാണ് എടുക്കുക. ക്രിയാശീലത കുറഞ്ഞ ആളെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുക? കാഥോഡായിട്ടാണ് എടുക്കുക അല്ലെ. അപ്പൊ ഇത് ആനോഡായിട്ട് എടുക്കുന്നത് ക്രിയാശീലത കൂടിയ ആരെയാ? മഗ്നീഷ്യത്തെ ആണോ കോപ്പറിനെ ആണോ? ഓൾറെഡി അവിടെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം ആർക്കാ റിയാക്ടിവിറ്റി കൂടുതൽ? മഗ്നീഷ്യം ആണ് അല്ലെ. കാഥോഡ് ആയിട്ട് ആരെ എടുക്കുക? മഗ്നീഷ്യം ആനോഡ് ആണെങ്കിൽ കാഥോഡ് എന്ന് പറയുന്നത് ആരാ? കോപ്പർ ആണ്. കാഥോഡ് ആരാണ്? കോപ്പർ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്താണ്? കാഥോഡ് ഏതാന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ മിസ് ഇതേ ആനോഡ് കൂടി എന്താണ് എക്സ്ട്രാ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ ഇതേ കാഥോഡ് എന്ന് പറയുന്നത് നമ്മളുടെ കോപ്പർ റോഡാണ്. കിട്ടിയില്ലേ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്?
അടുത്ത ചോദ്യം എന്താ? റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ് ഇൻ ദ ഗിവൻ സെൽ. ഈ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. എഴുതിക്കൂടെ? രാസപ്രവർത്തന സമവാക്യം എഴുതാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ചെയ്താൽ മതി? കാഥോഡ് എന്ന് പറയുന്നത് നമ്മളുടെ കോപ്പറാ. കോപ്പറിൽ എന്താ നടക്കുക? റിഡക്ഷൻ ആണ് നടക്കുക അല്ലെ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനെ സ്വീകരിക്കലാണ് അല്ലെ. അപ്പൊ ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് മെറ്റൽ ആയിട്ട് മാറുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതേ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ സൊല്യൂഷനിൽ കുറേ Cu2+ ഇരിക്കുന്നു. ഈ മഗ്നീഷ്യത്തിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസിനെ ഈ Cu2+ വാങ്ങി Cu ആയി മാറി ഇവിടെ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. അപ്പൊ അതേ നമ്മളുടെ സൊല്യൂഷനിലെ Cu2+ മഗ്നീഷ്യം 2+ ആയി മാറിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആ 2 ഇലക്ട്രോൺസ് കോപ്പറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ 2 ഇലക്ട്രോണുകളെ വാങ്ങി Cu ആയിട്ട് മാറിയിട്ട് ആ കോപ്പർ റോഡിൽ എന്ത് ചെയ്യുന്നു? കോപ്പർ ദണ്ടിൽ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നിക്ഷേപിക്കപ്പെടുന്നു. അപ്പൊ ഇതാണ് എന്താ? കാഥോഡിലെ റിയാക്ഷൻ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. ഇനി എങ്ങാനും ആനോഡിലെ റിയാക്ഷൻ ചോദിച്ചാൽ ഇതിൽ കൂടെ നമ്മളുടെ Mg എന്തായിട്ട് മാറും? Mg2+ ആയിട്ട് മാറും. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡ് ചോദിച്ചിട്ടില്ല, കാഥോഡ് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്താണ്? എന്ത് റിയാക്ഷൻ ചോദിച്ചാലും നല്ല ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ അറിയാം അല്ലെ. അപ്പൊ നമ്മൾ ഇതേ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. നമുക്ക് അവിടെ എന്ത് വീണു? നമ്മളുടെ ഫുൾ മാർക്ക് 4 മാർക്ക് നമുക്ക് അവിടെ സെറ്റ് ആയി കഴിഞ്ഞു. ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ ഗാൽവാനിക് സെല്ലിന്റെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് നോക്കാം? ഒരു ഗാൽവാനിക് സെല്ലും കൂടി നോക്കാം അല്ലെ. അടുത്ത ഗാൽവാനിക് സെല്ല് നോക്കിക്കേ, 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതും നമ്മളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അതേ സിങ്ക് റോഡ്, സിങ്ക് സൾഫേറ്റിലും കോപ്പർ റോഡ്, കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്തിരിക്കുന്നു, സോൾട്ട് ബ്രിഡ്ജ് വെച്ചിരിക്കുന്നു, രണ്ടിനെയും വോൾട്ട് മീറ്ററുമായിട്ട് വെച്ചിട്ടുണ്ട്, വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ, നമ്മളിപ്പോ 3ാമത്തെ തവണ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പോണേ. വാട്ട് ഈസ് എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ? എന്ത് ഊർജ്ജമാറ്റം നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി മാറുന്നു. രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നതാണ് നടക്കുന്നത്. അടുത്തത് എന്താ? ഐഡന്റിഫൈ ആനോഡ് ഇൻ ദ ഗിവൻ സെൽ. അപ്പൊ അതേ നമുക്ക് സിങ്കും കോപ്പറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആനോഡ് ആരാണെന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കേണ്ടത്. സിങ്ക് തന്നിരിക്കുന്നു, കോപ്പർ തന്നിരിക്കുന്നു. ആരാണ് ആനോഡ്? റിയാക്ടിവിറ്റി കൂടിയ ആളാണ് നമ്മളുടെ ആനോഡ്, റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് നമ്മളുടെ കാഥോഡ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആനോട് വരിക? ക്രിയാശീലത കൂടിയ സിങ്ക് ആണ് ആനോഡ് വരിക. കാഥോഡ് എന്ന് പറയുന്നത് ക്രിയാശീലത കുറഞ്ഞ ആരാണ്? കോപ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. കിട്ടിയില്ലേ? ആനോഡും കാഥോഡും ആര് ചോദിച്ചാലും ഇനി നമുക്ക് എഴുതാലോ. യെസ്. അടുത്ത ചോദ്യം എന്താ? ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ്. അപ്പൊ അതേ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ അനുസരിച്ച് അവിടെ ഓക്സീകരണമാണ് നടക്കുന്നത്. ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലെ. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ നമ്മളുടെ ആനോഡായ സിങ്ക് 2+ ആകുന്നു. 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ആനോഡിലെ റിയാക്ഷൻ എഴുതിയില്ലേ? സിങ്ക് എന്താവുന്നു? സിങ്ക് 2+ ആകുന്നു, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു. അപ്പൊ അതാണ് ചോദിച്ചിട്ടുള്ളൂ. കാഥോഡ് ചോദിച്ചത് എന്താ? നേരത്തെ നമ്മൾ എഴുതിയില്ലേ? സൊല്യൂഷന്റെ ഉള്ളിലെ Cu2+ 2 ഇലക്ട്രോണുകളെ വാങ്ങി Cu ആയി മാറുന്നതാണ് കാഥോഡിലെ റിയാക്ഷൻ അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? In which electrode does oxidation takes place? ഏത് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഏത് ഇലക്ട്രോഡിലാണ്? ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. നമ്മൾ എന്ത് എഴുതി? അതിന്റെ ഇക്വേഷനും നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ. അതേ ആനോഡിലാണ്. ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. നമ്മൾ ഇക്വേഷൻ വരെ എഴുതി കഴിഞ്ഞു.
അടുത്ത ചോദ്യം എന്താ? ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിഡോക്സ് റിയാക്ഷൻ ഇൻ ദ സെൽ. അപ്പൊ ഇതിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? റിഡോക്സ് റിയാക്ഷൻ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ ഓക്സിഡേഷൻ ആരാണെന്ന് എഴുതണം, റിഡക്ഷൻ ആർക്കാണെന്ന് എഴുതണം അല്ലെ. അപ്പൊ അതേ നിങ്ങൾ നോക്കിക്കോ, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സിങ്ക് 2+ ആയി മാറുന്നു, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. നമ്മളുടെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിരോക്സീകരണമാണ് അല്ലെ. അതായത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിനെ വാങ്ങൽ സ്വീകരിക്കലാണ്. അപ്പൊ സൊല്യൂഷന്റെ ഉള്ളിലെ Cu2+ 2 ഇലക്ട്രോണുകളെ വാങ്ങി Cu ആയി മാറുന്നു. മൊത്തം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഒരുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാ അല്ലെ. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. ബാക്കി എനിക്ക് എങ്ങനെ എഴുതാം? ദാ ഈ റിയാക്ടന്റിന്റെ സൈഡ് ഞാൻ ഒരുമിച്ച് എഴുതും. അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രോഡക്റ്റിന്റെ സൈഡ് എന്ത് ചെയ്യും? ഒരുമിച്ച് എഴുതും അല്ലേ. അപ്പൊ എങ്ങനെ വരും? Zn plus Cu2+ gives Zn2+ plus Cu. ഇതാണ് എന്താ? നമ്മളുടെ റിഡോക്സ് റിയാക്ഷൻ വരിക അല്ലെ. ഇവിടെ 0 ഓക്സിഡേഷൻ നമ്പർ, ഇവിടെ 2+ ആയി. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അത് ഓക്സിഡേഷൻ ആണ്. ഇവിടെ 2+ എന്ന് പറയുന്ന ചാർജ് പ്രോഡക്റ്റിൽ എത്തിയപ്പോൾ 0 ആയി. അതായത് 2+ൽ നിന്ന് 0യിലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയാം? റിഡക്ഷൻ എന്ന് പറയാം. ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് ടേക്സ് പ്ലേസ് ചെയ്തുകൊണ്ട് ഇതാണ് എന്താ? റിഡോക്സ് റിയാക്ഷൻ അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഇതേ ഗാൽവാനിക് സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗാൽവാനിക് സെല്ല് പഠിച്ചു. ഇനി എല്ലാവർക്കും ഗാൽവാനിക് സെല്ല് ഫുൾ മാർക്ക് ഉറപ്പല്ലേ? ഫുൾ മാർക്ക് ഉറപ്പാണെങ്കിൽ കമന്റ് ബോക്സിന്റെ അടിയിൽ എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് സെറ്റ് ആണ് മിസ് ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓൾസോ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മളുടെ അയൺ കോപ്പർ സെല്ല്, ചെറിയൊരു ഹോംവർക്കാണ്. നമ്മളുടെ അയൺ കോപ്പർ സെല്ലിൽ ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ് എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ് എന്നുള്ള കാര്യം എന്താണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇത് യൂസ്ഫുൾ ആണെന്നും എഴുതണം. ഇനി ഏത് ഭാഗത്ത് നിന്നുള്ള ഇതേപോലെയുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.